അപ്പോൾ ഇതിൽ വിഷയം എന്താണെന്ന് പറയാം, മമതാ ബാനർജിക്ക് കൈ പൊള്ളിയിരിക്കുന്നത് ഹിന്ദു വിഭാഗം മമതാ ബാനർജിയെ കൈ ഒഴിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. കാരണം അത് വസ്തുതയാണ്. ഇപ്പം നോർത്ത് ബംഗാൾ അതുപടിയാണല്ലോ BJP ആദ്യമായിട്ടൊരു ബലം വന്നത്. BJP ബംഗാളിൽ ശരിക്കും വന്നതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ്. സാധാരണ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJPക്ക് ആദ്യകാലത്ത് പിന്തുണ ലഭിച്ചിരുന്നത് ഫോർവേഡ് കാസ്റ്റുകളിൽ നിന്നാണ്, അവരുടെ സപ്പോർട്ടാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് ആണെങ്കിൽ പിന്നീട് OBC SC ST വിഭാഗക്കാരിലേക്ക് BJP വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പ്രസ്ഥാനമായി മാറിയത്. പക്ഷേ ബംഗാളിൽ അല്പം ഡിഫറെൻ്റ് ആണ്. ബംഗാളിൽ നേരെ തിരിച്ചാണ്. ബംഗാളിൽ BJPയുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് SC ST OBC വിഭാഗക്കാരാണ്. ഇപ്പം രാജബൻഷീസ്, മത്വ കമ്മ്യൂണിറ്റി, അതുകൂടാതെ ടി എസ്റ്റേറ്റ് മേഖലയിലെ ഗോത്രവർഗ്ഗക്കാർ, അങ്ങനെയുള്ള പിന്നെ OBC ആയുള്ള ചില കമ്മ്യൂണിറ്റീസാണ്. പക്ഷേ BJPക്ക് ഇപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഭദ്രലോകാണ്. അതായത് ഈ സൗത്ത് ബംഗാൾ, കൊൽക്കത്തയ്ക്ക് ചുറ്റുമുള്ള ചാറ്റർജി, ബാനർജി, മുഖർജി ഉൾപ്പെടെയുള്ള ഫോർവേഡ് കാസ്റ്റുകൾ, അവർ മമതാ ബാനർജിയുടെ ഒരു പ്രധാന സപ്പോർട്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ഇത്തവണ അവർക്കിടയിൽ ഈ ആർജിക്കർ പോലുള്ള സംഭവങ്ങൾ, അതുകൂടാതെ പല ആളുകളും ചോദിക്കുകയാണ്. അതായത് കുറച്ച് മുതിർന്ന പൗരന്മാരൊക്കെ പറയും, ഞങ്ങളുടെ മക്കൾ ഇവിടെയില്ല, ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഒരു ജോലിയില്ല, ഞങ്ങളുടെ മക്കൾ പുറത്താണ്. ചില ആളുകൾ ഇപ്പം താഴെ തട്ടിലുള്ള ആളുകളാണെങ്കിൽ അവർ ആ രീതിയിലുള്ള ജോബായിട്ട് പോകും. അല്ലാത്തവർ ബാംഗ്ലൂരിലൊക്കെ IT മേഖല, ഒരു ജോബുമില്ല. ഒരു കാലത്ത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു. അന്ന് കൊൽക്കത്തയ്ക്ക് പോകാമെന്നല്ലോ, ജോലിക്ക് പോകുന്നത് കൽക്കത്തയ്ക്ക് പോകാമെന്നല്ലോ പറഞ്ഞിരുന്നത്. പിന്നെയാണല്ലോ മുംബൈയൊക്കെ കയറി വരുന്നത്. അതെ. അപ്പോൾ മമത വലിയ വാഗ്ദാനമൊക്കെ ആയിട്ടാണ് അധികാരത്തിൽ വന്നത്. CPMൻ്റെ ആ ഒരു വികസന മുരടിപ്പൊക്കെ ചൂണ്ടിക്കാട്ടി അധികാരത്തിൽ വന്നിട്ട് മമത CPMനേക്കാൾ വലിയ രീതിയിലുള്ള ഗുണ്ടായിസം അവിടെ നടത്തുന്നു. ഭരണത്തിൽ യാതൊരു പുരോഗതി അവിടെയില്ല, ഒന്നുമില്ല. അതായത് മമതാ ബാനർജിയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ എന്തിനാണ് ജോലിക്ക് പോകണത്, നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യ സംഭവങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ചെയ്തുതരാം, റേഷൻ തരാമെന്നാണ് പറഞ്ഞത്. അതാണ് അവരുടെ ഒരു എന്താ പറയുക വീക്ഷണം. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ബംഗാൾ പോലെ ഇത്രയും പ്രബുദ്ധരായുള്ള ആളുകളൊക്കെ വന്ന നവോത്ഥാനത്തിൻ്റെ ഒരു ഭൂമികയിൽ എത്രത്തോളം ഒരു ദയനീയമായ അവസ്ഥ